വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ലിസാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മാനിക്യൂർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നെയിൽസ് എല്ലാം നല്ല അടിപൊളിയായി വളരാനും അതേപോലെ നല്ല വൈറ്റ് കളറിലെ നെയിൽ കിട്ടാനൊക്കെ ഇത് യൂസ്ഫുൾ ആകും. നമ്മുടെ വീട്ടിലുള്ള ചെറിയ സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇതിനായിട്ട് ഒരു ഇളം ചൂടുള്ള വെള്ളം എടുക്കുക കേട്ടോ. നമ്മുടെ കൈയൊക്കെ മുക്കി വയ്ക്കാൻ പാകത്തിനുള്ള ചൂടുള്ള വെള്ളം. ഓക്കെ, അതിലിട്ട് പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഇത് കുറച്ച് നേരം തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു 5 മിനിറ്റോളം ചെയ്യാം കേട്ടോ. അതിന് ശേഷം ഒരു നാരങ്ങയുടെ മുറിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ഇതിലോട്ട് പിഴിഞ്ഞിട്ട് ആ നാരങ്ങ വെച്ചിട്ട് നമ്മുടെ നെയിലെല്ലാം നന്നായി ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം തന്നെ നമ്മുടെ നെയിൽ നല്ല പോലെ ഗ്രോത്ത് ചെയ്യാനൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ ലെമൺ എന്ന് വെച്ചാൽ. അതും അല്ല, നമ്മുടെ നെയിലൊക്കെ നല്ല വൈറ്റ് കളറിൽ ഇരിക്കാൻ വേണ്ടി ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ചില ആൾക്കാരുടെ നെയിലുകളൊക്കെ എത്ര നമ്മൾ വൈറ്റാക്കാൻ നോക്കിയാലും ഒരു യെല്ലോയിഷ് കളർ ഉണ്ടാവും. സോ ഇങ്ങനെ ചെയ്യുന്ന ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ നെയിലെല്ലാം നല്ല വൈറ്റ് കളറായിരിക്കാൻ സഹായിക്കും. അതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റോളം കൈ ഒന്ന് ഇറക്കി വയ്ക്കുക കേട്ടോ. അതിന് ശേഷം നമ്മുടെ ഒരു പഴയ ടൂത്ത് പേസ്റ്റ് ബ്രഷ് എടുത്തിട്ട് അതിലോട്ട് പേസ്റ്റോ അല്ലെങ്കിൽ ഷാമ്പൂ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർത്തിട്ട് നന്നായി നമ്മുടെ നെയിലൊക്കെ സ്ക്രബ് ചെയ്യുക. ഓക്കെ, ആ നെയിലിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങി എത്തുന്ന മാതിരി നമ്മൾ നന്നായിട്ട് ഉരച്ചു കൊടുക്കുക കേട്ടോ. ഇത് നന്നായി കഴുകിയതിന് ശേഷമാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ചെയ്യുന്ന ഗുണം ഇത് ഒരു 2 ടൈംസ് ചെയ്താലും മതിയാവും കേട്ടോ. പിന്നെ ഞാൻ ചില സമയങ്ങളിൽ നൈറ്റ് കിടക്കുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ തേങ്ങ എണ്ണ ഉണ്ടല്ലോ അത് നെയിൽ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കും കേട്ടോ. അത് ഏറ്റവും നല്ലതാണ്, മസാജ് ചെയ്ത് കൊടുത്താൽ. അതിനുശേഷം നമ്മുടെ ഒരു നെയിൽ കട്ടർ ഉണ്ടല്ലോ അതിലാകെ കത്തി വെച്ചുകൊണ്ട് നമ്മുടെ ക്യൂട്ടിക്കൽസ് എല്ലാം ഈ ബാക്കിലോട്ടൊന്ന് തള്ളി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെയിലെല്ലാം പെട്ടെന്ന് തന്നെ ഗ്രോ ആകും കേട്ടോ. പെട്ടെന്ന് വളരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമ്മൾ ബാക്കിലോട്ട് നന്നായിട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ നൈറ്റ് നമ്മൾ കിടക്കണതിൻ്റെ മുന്നേ ഇച്ചിരി തേങ്ങ എണ്ണ എടുത്തിട്ട് അതിൽ വെളുത്തുള്ളി ഉണ്ടല്ലോ ആ വെളുത്തുള്ളി ഒന്ന് മുക്കിയതിന് ശേഷം നമ്മുടെ നെയിലിൽ മെല്ലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല പതിയെ സ്ക്രബ് ചെയ്ത് കൊടുത്താൽ എല്ലാ ദിവസവും നിങ്ങളിത് ചെയ്താൽ തന്നെ നമ്മുടെ നെയിൽ നല്ല ഷൈനിങ് ആയിട്ടിരിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു മെത്തേഡാണ് മുന്നേ ചെയ്തിരുന്നത്. ഇപ്പോൾ എനിക്ക് ചെറിയ കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ നെയിലെല്ലാം വെട്ടി വെച്ചേക്കുന്നത്. പക്ഷേ ഇനി തൊട്ട് എനിക്കൊന്ന് വളർത്തണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാനത് വളർത്തുന്നതിൻ്റെ ഫസ്റ്റായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഇങ്ങനെ കാര്യങ്ങളാട്ടോ. അപ്പോൾ ഇതൊക്കെ ഇപ്പം തന്നെ നോക്കി എൻ്റെ നെയിൽ നല്ല വൈറ്റ് കളറായി വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ചെറുതായി ഒരു പാക്ക് റെഡിയാക്കാം കേട്ടോ. അതിലോട്ട് നമ്മൾ ഒരു ഹാഫും വേണ്ട, ഇച്ചിരി ബനാന അതെടുത്ത് ഒരു 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ മിൽക്കാണ് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിലോട്ട് പിന്നെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ അരിപ്പൊടി ചേർത്തു. അതിനുശേഷം മഞ്ഞളുണ്ടല്ലോ, ഒരു ഇച്ചിരി മഞ്ഞളാണ് പിന്നെ ഞാൻ ചേർക്കുന്നത്. പിന്നെ ലെമണും ചേർത്തു, ഇച്ചിരി കുറച്ച് ലെമണും ചേർത്തു. പിന്നെ നന്നായിട്ട് അതൊന്ന് ഉടച്ച് മിക്സാക്കാം കേട്ടോ. നന്നായിട്ട് ഉടച്ച് മിക്സാക്കിയിട്ട് നമ്മുടെ കയ്യിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ഈ നിറം അങ്ങനെ പെട്ടെന്ന് മാറുന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നിറം ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല, നമുക്ക് ദൈവം തന്ന നിറമല്ലേ. പക്ഷേ നമ്മുടെ ഈ നിറം ഒന്ന് ബ്രൈറ്റായി വയ്ക്കാൻ ഈ ഒരു പാക്ക് സഹായിക്കും എന്നേ ഞാൻ പറയുന്നുള്ളൂ ഈ വീഡിയോയിൽ. നമ്മുടെ ഒരു നിറം നല്ല ബ്രൈറ്റായി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ ഞാൻ കയ്യിൽ നന്നായി സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ക്രബ് ചെയ്തതിന് ശേഷം ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റോളം വെച്ചതിന് ശേഷം നന്നായി വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ അത് ഈ വാഷ് ചെയ്തപ്പോൾ തന്നെ കൈ നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ നമ്മൾക്ക് കയ്യിലൊന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ. ആ നെയിലിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണേ. ചെയ്യുമ്പോൾ ഏത് മോയ്സ്ചറൈസർ യൂസ് ചെയ്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ തേങ്ങ എണ്ണ ഉണ്ടല്ലോ അത് തന്നെ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ കൈ നല്ല സോഫ്റ്റായി വെക്കാൻ തന്നെ നമ്മളെ സഹായിക്കും കേട്ടോ.
അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നില്ല, നമ്മളിങ്ങോട്ട് പറ്റില്ല. ഒരു വീക്കിലി ഒരു 1 ടൈമെങ്കിലും നിങ്ങൾ ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇത് ചെറിയൊരു മാനിക്യൂർ എന്ന് പറയാനൊന്നും പറ്റില്ല, ചെറിയ ഒരു നെയിലിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാം കേട്ടോ, നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യം. അപ്പോൾ അതേ നമ്മുടെ കൈ നന്നായിട്ട് മസാജ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം കേട്ടോ. നെയിലിലാണെങ്കിലും ഇങ്ങനെ ചെറുതായി മസാജ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ നൈറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം ഞാൻ പറഞ്ഞ പോലെ തേങ്ങ എണ്ണ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ തന്നെ കണ്ടില്ലേ എൻ്റെ നെയിലിന് നല്ല പോലെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ പെൺകുട്ടികൾ ഫേസ് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് നല്ല അടിപൊളി നെയിൽസും വേണം. കാലിലും കയ്യിലൊക്കെ നല്ല നെയിൽസ് വളർത്തി അടിപൊളി നെയിൽ പോളിഷൊക്കെ ഇട്ടാൽ കുറച്ചും കൂടി ഭംഗി കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെയും ടാറ്റാ ബൈ ബൈ.